ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രൈമിനെ പറ്റി പഠിക്കും. ക്രൈം സീൻ എന്താണെന്ന് പഠിക്കും. ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ക്രൈം സീൻ മാനേജ്മെന്റ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോ ഇതിൽ കുറെ പേർക്ക് ആദ്യമായിട്ടായിരിക്കും ക്രൈം അല്ലെങ്കിൽ ക്രൈം സീൻ മാനേജ്മെന്റ് എന്നും ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം. അപ്പൊ എന്താണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രൈം എന്താണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് പറയണത് എന്താണ് ക്രൈം? ലോക്ക് എതിരായിട്ട് പിന്നെ മറ്റൊരു വ്യക്തിയുടെ ജീവനോ ജീവിതത്തിനും ഭീഷണിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ക്രൈം എന്ന് പറഞ്ഞൂടെ? പറയാം, കറക്റ്റ് ആണ്. ഇനി വേറെ എന്തെങ്കിലും ഡെഫിനേഷൻ? മർഡർ, റേപ്പ്, അതുപോലെയുള്ള സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ, മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്രൂശിച്ചുകൊണ്ട് ചെയ്യുന്ന എന്തും ക്രൈമിൽ പെടും. കറക്റ്റ് ആണ്. പിന്നെ വേറെ എന്തെങ്കിലും ഡെഫിനേഷൻസ്? ഇപ്പൊ ഈ പറഞ്ഞ ഡെഫിനേഷൻസ് ഒക്കെ കറക്റ്റ് ആണ്. അതിനോട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന ഡെഫിനേഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും? തസ്ലീന, എന്താണ് തസ്ലീനയുടെ ഒരു അഭിപ്രായത്തിൽ ക്രൈം എന്ന് പറയുന്നത്? Any injustice happen to a person. കറക്റ്റ് ആണ്. ഇനി നീതു? പബ്ലിക്കിനോ ഇൻഡിവിജ്വലിനോ ഹാർംഫുൾ ആയിട്ട് വരുന്ന സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ലൈക്ക് മർഡർ ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ. കറക്റ്റ് ആണ്. ഈ പറഞ്ഞ ഡെഫിനേഷൻസ് എല്ലാം ക്രൈം എന്ന് പറഞ്ഞതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് തന്നെയാണ്. അതായത് നിയമത്തിനെതിരായിട്ടുള്ളത് അൺലോഫുൾ ആക്ട് എന്ന് നമ്മൾ ഇതിനെ പറയാം. അൺലോഫുൾ ആക്ട് അതായത് നമുക്ക് ഒരു സെറ്റ് ഓഫ് നിയമങ്ങൾ ഉണ്ട് നമ്മളുടെ നിയമസംഹിതയിൽ. ഈ സെറ്റ് ഓഫ് നിയമങ്ങൾക്കെതിരെ ചെയ്യുന്ന എന്തും നമുക്ക് ക്രൈം എന്ന് പറയാം. ഈ നമ്മൾ പറഞ്ഞു അൺലോഫുൾ ആക്ട് എന്ന് പറഞ്ഞു, അതായത് അൺലോഫുൾ ആക്ട് അതായത് നിയമത്തിനെതിരായിട്ട് വരുന്ന എന്തും ക്രൈമാണ്. ഇനി ഞാൻ വേറെ കാണിച്ചു കിട്ടെ. നമുക്കിപ്പോ IPC ഉണ്ട്. IPCയുടെ ഫുൾ ഫോം എന്തായിരുന്നു? IPC, ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ്. ഇനി ഇന്ത്യൻ പീനൽ കോഡിന് ഇപ്പൊ ഒരു പുതിയ പേരുണ്ട്, അത് ആർക്കെങ്കിലും പറയാമോ? ഇപ്പൊ നമ്മൾ IPC എന്നല്ല പറയാ. ഈ ജൂൺ 2025 ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മുതൽ നമ്മള് IPC എന്നല്ല പറയാ, പകരം വേറെ ഒരു കാര്യമാണ് പറയാ. ഇപ്പൊ സാധാരണ നമ്മളൊരു ഭാരതീയ ന്യായ സംഹിത, അങ്ങനെയാണ്. കറക്റ്റ് ആണ്. BNS. IPC is replaced by BNS, അതായത് ഭാരതീയ ന്യായ സംഹിത. ഇനി അതുപോലെ CRPC എന്താണ്? CRPC എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ഇനി അത് എന്താണ് റീപ്ലേസ് ചെയ്തേക്കുന്നത്? എന്താണ്? BNSS കേട്ടിട്ടുണ്ടോ? BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. വെരി ഗുഡ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇതാണ് നമ്മളിപ്പോ IPCനെ നമ്മളിപ്പോ റീപ്ലേസ് ചെയ്തേക്കുന്നത് BNS എന്നാണ്. അതേപോലെ CRPCനെ റീപ്ലേസ് ചെയ്തേക്കുന്നത് BNSS. BNSS എന്ന് പറഞ്ഞാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇനി വേറെ ഏത് നിയമമാണ് അറിയണത് ഈ IPC CRPC കൂടാതെ? IEA എന്ന് കേട്ടിട്ടുണ്ടോ? IEA. ആരെങ്കിലും IEA കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, വെരി ഗുഡ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇതിനും ഇപ്പൊ ഒരു പുതിയൊരു പേരുണ്ട്, എന്താണെന്നറിയോ? ആർക്കെങ്കിലും അറിയാവുന്നവര്? ഭാരതീയ സാക്ഷ്യ അധിനിയം. വെരി ഗുഡ്. PSA ആണ്, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഓക്കെ.
അപ്പോ നമ്മൾ പറഞ്ഞു ക്രൈം എന്ന് പറയുന്നത് അൺലോഫുൾ ആക്ട് ആണ്, അതായത് നിയമത്തിനെതിരായിട്ടുള്ള എന്തും ക്രൈമാണ്. അത് ഇപ്പൊ ഒരു ഇഞ്ചുറി ഉണ്ടാവണം എന്ന് തന്നെ ഇല്ല. ഇഞ്ചുറി ഉണ്ടായി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാളെ കൊല്ലുന്നത് മാത്രമല്ല ഒരു ക്രൈം. ഇപ്പൊ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് ക്രൈം അല്ലേ? അതിലൊരാൾക്ക് ഇഞ്ചുറി സംഭവിക്കുന്നില്ല, പക്ഷെ ഇഞ്ചുറി സംഭവിക്കുന്നില്ലെങ്കിൽ കൂടിയും അത് നിയമത്തിന് എതിരാണ്. അങ്ങനെ നിയമത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്രൈം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് മുന്നേയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് IPCന്റെ അകത്ത് എന്തൊക്കെ ഒഫൻസസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ എന്തൊക്കെ വരുന്നു ഇതിനൊക്കെയാണ് നമ്മൾ ക്രൈം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോ നമ്മൾ പറയുന്നത് ഈ IPCനെ റീപ്ലേസ് ചെയ്തേക്കുന്നത് BNS വെച്ചിട്ടാണ്. അപ്പൊ BNS പ്രകാരം, അതായത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ക്രൈം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വന്നേക്കുന്നത് എല്ലാം ക്രൈമിന്റെ ഡെഫിനിഷനിലുള്ളതാണ്. അതേപോലെ തന്നെ CRPC എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ CRPCയിൽ നമുക്ക് ഓരോ ക്രൈമിനും കൊടുക്കുന്ന പണിഷ്മെന്റ്സ് ആണ് ഈ CRPCയിൽ പറയാം. അപ്പൊ ഇപ്പോ അത് മാറ്റിയേക്കുന്നത് BNSS ആയിട്ടാണ്, അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഇതാണ് ഇപ്പൊ CRPCനെ റീപ്ലേസ് ചെയ്തേക്കുന്ന പുതിയ നിയമം. അതേപോലെ തന്നെ നമുക്ക് ഫോറൻസിക് സയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് IEA എന്ന് പറയുന്നത്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പുതിയ പേരാണ് BSA അഥവാ ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പൊ ഈ പറയുന്ന നിയമങ്ങൾക്കെല്ലാം എതിരെയായിട്ട് എന്ത് ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ പൊതുവെ ക്രൈം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ക്രൈമിന് എത്ര എലമെന്റ്സ് ഉണ്ട്? എന്തൊക്കെ ഘടകങ്ങളാണ് ക്രൈമിനുള്ളത്? എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രൈം ആണ് എന്ന് പറയാം? ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ? എന്തൊക്കെ ക്രൈമിന് നമ്മൾ പൊതുവെ പറയുന്നത് 4 എലമെന്റ്സ് ആണ്. എലമെന്റ്സ് ഓഫ് ക്രൈം നമ്മൾ പറയുന്നത് 4 ടൈപ്പ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് എലമെന്റ്സ്? ആർക്കെങ്കിലും അറിയാമോ? ഫോറൻസിക് പഠിച്ച ആർക്കെങ്കിലും എലമെന്റ്സ് ഓഫ് ക്രൈം? ശരി, ആക്ടസ് റിയസ് എന്ന് കേട്ടിട്ടുണ്ടോ? ആക്ടസ് റിയസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ക്രൈമിന് 4 എലമെന്റ്സ് ഉണ്ട്, അതായത് 4 ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ക്രൈം എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതിലെ ഫസ്റ്റ് ഘടകമാണ് ആക്ടസ് റിയസ്, രണ്ടാമത്തെയാണ് മെൻസ് റിയ, മൂന്നാമത്തെയാണ് ഹ്യൂമൻ ബീയിങ്, നാലാമത്തെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇഞ്ചുറി. അപ്പോ എലമെന്റ്സ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ 4 എലമെന്റ്സ് ആണ് ക്രൈമിലുള്ളത്. ഒന്നാമത്തേത് ആക്ടസ് റിയസ്, രണ്ടാമത്തേത് മെൻസ് റിയ, മൂന്നാമത്തേതാണ് ഹ്യൂമൻ ബീയിങ്, നാലാമത്തേതാണ് ഇഞ്ചുറി. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇനിയുള്ള സ്ലൈഡുകളിൽ. ഇത് തൽക്കാലത്തേക്ക് ഒന്ന് ഓർത്തിരിക്കുക, ഈ എലമെന്റ്സ് ഓഫ് ക്രൈം. നാലാമത്തെ ഏതാന്നാ പറഞ്ഞേ? ഇഞ്ചുറി. ഫസ്റ്റ് വൺ ആക്ടസ് റിയസ്, രണ്ടാമത്തേത് മെൻസ് റിയ, മൂന്നാമത്തേത് ഹ്യൂമൻ ബീയിങ്, നാലാമത്തേത് ഇഞ്ചുറി. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, നെക്സ്റ്റ് ഉള്ള സ്ലൈഡുകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കാം, ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ക്രൈം എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു ലാറ്റിൻ വേർഡ് എന്നാണ്. ഈ ലാറ്റിൻ വേർഡിന്റെ ക്രൈമൻ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡ് എന്നാണ് ഈ ക്രൈം എന്ന് പറയുന്ന നമ്മളിപ്പോ പറയുന്ന വേർഡ് ഉണ്ടായത്. ഇനി അതിന്റെ മീനിങ് ആണ് ചാർജ് അല്ലെങ്കിൽ ഒഫൻസ്. അതായത് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം, ഒരു ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പണിഷബിൾ അണ്ടർ ലോ, അതായത് നിയമത്തിന്റെ കീഴിൽ, നിയമത്തിന്റെ പരിധിയിൽ വരുമ്പോൾ പണിഷബിൾ ആയിട്ടുള്ള എന്തിനേയും നമ്മൾ ക്രൈം എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ക്രൈം എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻ അറ്റാക്ക് ഓൺ നോംസ് ഓർ ദി ലോ, അതായത് നിയമത്തിനെതിരെ വരുന്ന എന്തിനേയും ക്രൈം ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇറ്റ് ഓൾസോ മീൻസ് വയലേഷൻ ഓഫ് നോംസ് ആൻഡ് ലോസ്. വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോംസിനോ, അതായത് നമുക്കൊരു സെറ്റ് ഓഫ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പ്രകാരം നമുക്കൊരു സെറ്റ് ഓഫ് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾക്ക് എല്ലാം എതിരെ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ ക്രൈം എന്ന് പറയും. അതാണ് ക്രൈമിന്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾ പറഞ്ഞു BNSൽ ക്രൈമിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഒഫൻസ് ഈസ് ആൻ ആക്ട് പണിഷബിൾ ബൈ ദ സംഹിത. അതായത് സംഹിത എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിയമത്തിന്റെ ഒരു സെറ്റ് ഓഫ് നിയമങ്ങൾ. ആ സെറ്റ് ഓഫ് നിയമങ്ങളിൽ എതിരെയായിട്ട് വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഒഫൻസ് അല്ലെങ്കിൽ ക്രൈം എന്ന് പറയാം. ഇനി എലമെന്റ്സ് ഓഫ് ക്രൈം ആണ്. നമ്മൾ പറഞ്ഞു 4 എലമെന്റ്സ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ് ഒരു എലമെന്റ് ആണ്, മെൻസ് റിയ, ആക്ടസ് റിയസ്, ഇഞ്ചുറി.
ഇനി നമുക്ക് ഓർഡർ വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നതാണ് ആക്ടസ് റിയസ്. ആദ്യമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ആക്ടസ് റിയസ്. ഈ പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഈ പേരിൽ എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? ആക്ടസ്, ആക്ട് എന്ന് പറഞ്ഞോണ്ട് അറിയാവുന്നവർ അറിയുന്നുണ്ടോ? ഫോറൻസിക് പഠിച്ചവർക്ക് അറിയായിരിക്കും. പറഞ്ഞോ. ആക്ഷൻ ഓർ കണ്ടക്ട്, അതായത് ആക്ടേഴ്സ് റിയസ് എന്ന് പറയുമ്പോൾ ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നത്, ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആക്ഷൻ റിലേറ്റഡ്. കറക്റ്റ്. കണ്ടക്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഒന്നുകൂടി ക്ലിയർ ആക്കാമോ? എന്ത് ആക്ട് ആണ് ഉദ്ദേശിക്കുന്നത്? അയാളുടെ ഒരു കണ്ടക്ട് എന്ന് പറയില്ലേ, ഇപ്പൊ അയാളുടെ ഒരു മെന്റൽ സ്റ്റേറ്റ്, സ്വഭാവം. അയാൾ എന്ത് മെന്റൽ സ്റ്റേറ്റിലാണ് അത് ചെയ്തേന്നുള്ളത്. മെന്റൽ സ്റ്റേറ്റ് അല്ല ആക്ച്വലി. അതായത് ആക്ടസ് റിയസ് എന്ന് പറയുന്നത്, അതായത് ഒരു ക്രൈം ചെയ്തു എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി നടന്നിരിക്കണം. എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി ഉണ്ടെങ്കിലാണ് ഒരു ക്രൈം അവിടെ നടന്നു എന്ന് നമ്മൾ പറയാം. അപ്പൊ ആക്ടസ് റിയസ് എന്ന് പറഞ്ഞ ഒരു ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്ത് പ്രവൃത്തി ആയിരിക്കണം? തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരിക്കണം. അപ്പൊ നമുക്ക് ആക്ടസ് റിയസിനെ ഓർക്കാൻ വേണ്ടിയിട്ട് റോങ്ഫുൾ ആക്ട്, അതായത് ആക്ട് എന്ന് പറഞ്ഞ പേരൊന്ന് ഓർക്കാം. ആക്ട് നമുക്ക് ആക്ടസ് റിയസിന് നമുക്ക് ആക്ട് എന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ, ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രവൃത്തി. ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പ്രവൃത്തി എന്നാണല്ലോ. അപ്പൊ ഇവിടെ ആക്ടസ് റിയസ് എന്ന് പറയുമ്പോൾ റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്, അതായത് ഒരു ക്രൈം അവിടെ നടന്നു എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി അവിടെ നടന്നിരിക്കണം. ആ തെറ്റായിട്ടുള്ള പ്രവൃത്തി, അതായത് ആ ആക്ടിനോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് ഒരു ഇന്റൻഷൻ. അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്, ഒരു എന്തെങ്കിലും ഒരു മെന്റൽ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞത്, അതൊരു ഉദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ ആണ്. അതിന് നമ്മൾ മെൻസ് റിയ എന്നാ പറയാ. അയാളുടെ മെന്റൽ സ്റ്റേറ്റും അയാൾക്ക് കുറ്റബോധം ഉണ്ടായിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻസ് റിയലാണ് പറയാം. ഫസ്റ്റത്തെ എലമെന്റ് ആണ് ആക്ടസ് റിയസ്. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് എലമെന്റ് ആവാനായിട്ടുള്ള കാരണം, എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി നടന്നു എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ, അതായത് ഒരു ക്രൈം നടന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി നടന്നിരിക്കണം. ആ തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിനെയാണ് നമ്മൾ ക്രൈം എന്ന് പറയാം. അപ്പൊ തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി മീൻസ് റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്. ഇനി ഈ റോങ്ഫുൾ ആയിട്ടുള്ള ആക്ടിനോടൊപ്പം തന്നെ, അതായത് ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു, ഒരു മിസ്റ്റേക്ക് ചെയ്തു, ഈ തെറ്റായിട്ടുള്ള പ്രവൃത്തിയോടൊപ്പം തന്നെ ഒരു ഇന്റൻഷനും കൂടി വേണം. അതായത് ഇന്റൻഷൻ എന്ന് പറയുന്നത് ഉദ്ദേശം. ആ ഇന്റൻഷൻ എന്തായിരിക്കണം? ശരിയായിട്ടുള്ള ഇന്റൻഷൻ ആണെങ്കിൽ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി നടക്കില്ല. അപ്പോ റോങ്ഫുൾ ആയിട്ടുള്ള ആക്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയോടൊപ്പം തന്നെ ഒരു ഇന്റൻഷൻ കൂടി വേണം, അതായത് ഒരു ഉദ്ദേശം കൂടി വേണം. ആ ഉദ്ദേശം അല്ലെങ്കിൽ ആ ഇന്റൻഷൻ റോങ്ഫുൾ ആയിട്ടുള്ള ഇന്റൻഷൻ ആയിരിക്കണം. അപ്പൊ മെൻസ് റിയ വരുന്നത് റോങ്ഫുൾ ആയിട്ടുള്ള ഇന്റൻഷൻ, അതായത് തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശം വേണം. ആ തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മെൻസ് റിയ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. തേർഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ആക്ടസ് റിയസ് എന്ന് പറഞ്ഞ, അതായത് ഒരു സീക്വൻസിൽ ഞാൻ പറയണത് അതുകൊണ്ടാണ്. ഫസ്റ്റ് ആക്ടസ് റിയസ് എന്ന് പറയുമ്പോൾ റോങ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തി. ഈ റോങ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിനെയാണ് ആക്ടസ് റിയസ് എന്ന് പറയുന്നത്. അതായത് ആക്ട് എന്ന് പറഞ്ഞ ഓർത്താൽ മതി, റോങ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തി. ഇനി ഈ ആക്ടസ് റിയസ് എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തത് പ്രൊഫസർ കെന്നി എന്ന് പറയുന്ന ഒരാളാണ്. ഇയാൾ ഒരു ക്രിമിനോളജിസ്റ്റ് ആയിരുന്നു. ഇയാളാണ് ഫസ്റ്റ് തന്നെ ആക്ടസ് റിയസ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നത്. ഇനി ഉള്ളതാണ് മെൻസ് റിയ. മെൻസ് റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശം, ഈവിൾ ഇന്റൻഷൻ ഓഫ് നോളജ് ടു ഡു എ റോങ്ഫുൾ ആക്ട്. അതായത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു. ഈ തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തെറ്റായുള്ള ഒരു ഉദ്ദേശം കൂടി വേണം. ആ ഉദ്ദേശം, അതായത് നമ്മൾ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തു. ആ ക്രൈം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ള മനസ്സിന്റെ ഒരു സ്റ്റേറ്റ്, അതായത് മെന്റൽ സ്റ്റേറ്റിനെയാണ് ഗിൽറ്റി മൈൻഡ് എന്ന് പറയാം. ചിലപ്പോൾ എല്ലാവരും ഈ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അതിൽ കുറ്റബോധം ഉണ്ടാവണമെന്നില്ല. എല്ലാവരും ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു ബോധത്തോടു കൂടിയായിരിക്കാം ഒരു ക്രൈം ചെയ്യുന്നത്. പക്ഷെ ചില കേസുകളിൽ നമ്മൾ ചെയ്തത് ക്രൈമാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, നമുക്ക് ലൈസൻസ് ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾക്കറിയാം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ നിയമപ്രകാരം ശിക്ഷാർഹമാണ് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് നമ്മൾക്ക് അറിയാവും. എന്നിട്ടും നമ്മളത് ചെയ്യുമ്പോൾ അത് മെൻസ് റിയൽ കൂട്ടും. അതായത് നമുക്കത് കുറ്റമാണെന്നറിയാം. കുറ്റബോധം എന്ന് ഉദ്ദേശിക്കുന്നത് ഗിൽറ്റി മൈൻഡ് മാത്രമല്ല,
കുറ്റം ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിനെ നമ്മൾ മെൻസ് റിയ എന്ന് തന്നെ പറയാം. അതായത് തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്നു, ഇതിനാണ് മെൻസ് റിയ എന്ന് പറയാം. ഗിൽറ്റി ഇന്റൻഷൻ ആൻഡ് ഗിൽറ്റി ആക്ട് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം. അതായത് തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശവും തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയും കൂടി രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതിനെ മെൻസ് റിയ എന്ന് പറയുന്നത്. ഇനി ഈ ആക്ടസ് റിയയും മെൻസ് റിയയും കൂടി അതായത് ഈ ആക്ടസ് റിയയുടെയും മെൻസ് റിയയുടെയും കൂടി ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഹ്യൂമൻ ബീയിങ്ങിനെ പറയാം. അതായത് ഫസ്റ്റത്തെ എലമെന്റ് നമ്മൾ പറഞ്ഞു ആക്ടസ് റിയസ്, അതായത് റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്. രണ്ടാമത്തത് മെൻസ് റിയ, ഒരു തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ കുറ്റബോധമുള്ള ഒരു മനസ്സ്. ഇനി ഇത് രണ്ടും കൂടി, അതായത് ഒരു ക്രൈം നടക്കണമെങ്കിൽ നമ്മൾ ആ ക്രൈമിൽ അല്ലെങ്കിൽ ഒരു കുറ്റം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ എലമെന്റ് പറയാം. അതായത് ഒരു കുറ്റം നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം വേണ്ടത് ഒരു മനുഷ്യനാണ്. ഇപ്പോ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ നോക്കുന്ന നമ്മുടെ നിയമങ്ങളില് അതായത് എല്ലാ പണിഷ്മെന്റും കിട്ടുന്നത് മനുഷ്യർക്കാണ്. എവിടെയെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ നമ്മളുടെ BNS, നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആനിമൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ ആനിമലിനെ ശിക്ഷിക്കാമെന്ന് പറയുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു സെക്ഷൻ ആർക്കെങ്കിലും? അറിയാമോ? അതായത് ഏതെങ്കിലും ഒരു ആനിമൽ ഒരു കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയി എന്ന് വിചാരിക്കുക, ആ ആനിമലിനെ ശിക്ഷിക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് നമ്മുടെ BNS-ൽ ഉണ്ടോ? ഇല്ല. പക്ഷെ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും എന്തെങ്കിലും ഒരു ആനിമലിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആനിമലിനെ ശിക്ഷിക്കായിരുന്നു. ഇപ്പോഴൊന്നല്ല, ഒരുപാട് പണ്ട്. അതായത് പാരീസിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു പിഗ്, ഒരു പന്നി ഒരു സ്ത്രീനെ അറ്റാക്ക് ചെയ്തു. ആ പന്നീനെ എന്നിട്ട് അവർ കൊന്നുകളഞ്ഞു. അതായത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് മുമ്പാണ്, ഇപ്പോഴൊന്നുമല്ല. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൃഗം എന്തെങ്കിലും ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഏതെങ്കിലും ഒരു മൃഗം ഒരാളെ ഇടിച്ചിട്ടു എന്ന് വിചാരിക്കുക, അപ്പോ ആ മൃഗത്തിനെ പണീഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ മൃഗത്തിനെയും പണീഷ് ചെയ്യാനുള്ള ഒരു ക്ലോസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നിയമത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആനിമൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേപ്പട്ടി ഒരു കുട്ടീനെ ആക്രമിച്ചു എന്ന് വിചാരിക്കാം, അപ്പൊ ആ പേപ്പട്ടിക്ക് എതിരെയാണോ കേസ് എടുക്കുക, അതോ ആ പേപ്പട്ടിയുടെ ഓണർക്ക് എതിരെയാണോ കേസ് എടുക്കുക? ആർക്കെതിരെ നമ്മൾ കേസ് എടുക്കുക? ഓണർക്കെതിരെയാണ് കേസ് എടുക്കുക. അപ്പൊ അതായത് അപ്പൊ അവിടെ വരുന്ന എലമെന്റ് ഏതാണ്? ഒരു ഹ്യൂമൻ ബീങ് അവിടെ ഒരു എലമെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഒരു ആനിമൽ ഒരു ക്രൈം ചെയ്താൽ പോലും അവിടെ ഒരു എലമെന്റ് ആയിട്ട് ഒരു ഹ്യൂമൻ ബീങ് വന്നു കഴിഞ്ഞു. അതായത് പറയുന്നത് ഒരു കുറ്റം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ എലമെന്റിൽ പറയാം. ഇനി ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ആണോ പെണ്ണോ മാത്രമല്ല ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ BNS-ലെ സെക്ഷനിൽ വരുന്നത്. അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 26 ഓഫ് BNS പ്രകാരം ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഒരു കമ്പനി, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് പേഴ്സൺസ്. അതായത് വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു ആണോ പെണ്ണോ മാത്രമല്ല, ഒരു കമ്പനി ആവാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസോസിയേഷൻ ആവാം. ഇതെല്ലാം ചേരുന്നതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു പേഴ്സന്റെ ഡെഫിനിഷൻ വരണതാണ്. അപ്പൊ ഈ പറയുന്ന കമ്പനിയോ അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് പേഴ്സണോ എല്ലാം ഏതെങ്കിലും കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിനെയാണ് നമ്മൾ ക്രൈം അല്ലെങ്കിൽ ഒഫൻസ് എന്ന് പറയുക. ഇനി ഈ പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, സെക്ഷൻ 2 സബ്സെക്ഷൻ 26. അപ്പൊ നമ്മൾ 3 എലമെന്റ്സ് പറഞ്ഞു. ഫസ്റ്റത്തെ എലമെന്റ് ആക്ടസ് റിയസ്, അതായത് റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്, അതായത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി. അതായത് ക്രൈം ചെയ്തു എന്ന് പറയണമെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി നടന്നിരിക്കണം, അതാണ് ആക്ടസ് റിയസിൽ പറയാം, അതായത് റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്. ഇനി ആ ആക്ടിനോടൊപ്പം തന്നെ ഒരു ഇന്റൻഷനും കൂടി വേണം. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശം. ആ തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശത്തിനെയാണ് നമ്മൾ മെൻസ് റിയ എന്ന് പറയാ. ഈ തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശത്തിന് ശേഷം ഒരു മനുഷ്യന് തോന്നാവുന്ന ഒരു ഫീലിംഗ് ആണ് ഗിൽറ്റി മൈൻഡ്, അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഉള്ള ഒരു മനസ്സ്. ഇനി ഈ രണ്ട് എലമെന്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറയുന്ന വേറെ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഹ്യൂമൻ ബീങ്. അതായത് ഒരു കുറ്റകൃത്യം നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുറ്റം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു മനുഷ്യനാണെന്ന് പറയാം. ഇപ്പോ അതായത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം.
അങ്ങനെയുള്ള ഒരു വ്യക്തി ചെയ്താൽ മാത്രമേ നമുക്ക് അയാൾ ചെയ്തത് ക്രൈം അല്ലെങ്കിൽ അയാൾ ചെയ്ത ക്രൈമിന് ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിന്റെ കീഴിൽ വ്യക്തി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വയസ്സുള്ള ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു. ആ കുട്ടീനെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുമോ? ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വയസ്സുള്ള ഒരു കുട്ടി എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് വേറൊരാളെ, ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാള് എന്തെങ്കിലും ഒരു കത്തിയോ എന്തെങ്കിലും വെച്ച് എറിഞ്ഞു എന്ന് വിചാരിക്കുക. എന്നിട്ട് അയാളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആ കുട്ടിയുടെ അച്ഛനെ ആ കുട്ടി ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് എറിഞ്ഞു, അവിടെ ഒരു മുറിവുണ്ടായി, അവിടെ ഒരു ഇഞ്ചുറിയും കൂടി ഉണ്ടായി. നമ്മൾ പറഞ്ഞു 4 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു എലമെന്റ് ആണ് ഇഞ്ചുറി. ഇഞ്ചുറിയും കൂടി വേണം ഒരു ക്രൈം നടന്നു എന്ന് പറയാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ 1 വയസ്സുള്ള ഒരു കുട്ടി ഈ കത്തി വെച്ച് എറിഞ്ഞിട്ട് ഒരു ഇഞ്ചുറി ഉണ്ടായി. അപ്പൊ നമ്മൾ അതിനെ കുറ്റകൃത്യമായിട്ട് കാണുമോ? ഇല്ല. കാരണം കുട്ടിയാണ്, ബുദ്ധി എന്താ പറയാ, അത് ഇന്റൻഷനലി ചെയ്തതാവില്ല കുട്ടി. ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരാളെ അറിയാതെ കത്തി വെച്ച് കുത്തി, അത് ഇന്റൻഷനലി അല്ല, ഉദ്ദേശത്തോടെ അല്ല. അപ്പൊ അത് ക്രൈം അല്ലേ? ആണ്. അപ്പോഴോ? അപ്പൊ അവിടെ ഉദ്ദേശമാണോ നോക്കാം? അല്ല മാം, അതായത് തെറ്റ് ശരിയും തിരിച്ചറിയാൻ പറ്റാത്തൊരു കണ്ടീഷൻ അല്ലേ? അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം നമ്മൾക്കിപ്പോ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒക്കെ ഇല്ലേ, അതായത് ജുവനൈൽ ഹോംസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി ഒരു ക്രൈം ചെയ്തെന്ന് വിചാരിക്കുക. ആ കുട്ടിക്കും തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിലുള്ള ഒരു കുട്ടിയാണെങ്കിലോ, പക്ഷെ ആ കുട്ടിനെ നമ്മൾ ജുവനൈൽ ഹോംസിൽ കൊണ്ടിടുന്നു, പണിഷ്മെന്റ് കൊടുക്കുന്നു. അപ്പോ അങ്ങനെയുള്ള കേസോ? അപ്പൊ അതെന്തായിരിക്കും? അതായത് നമുക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ 1 വയസ്സുള്ള കുട്ടീനെ ശിക്ഷിക്കാൻ പറ്റില്ല. അത് കറക്റ്റ് ആണ്, ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണ് ഇതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്? അണ്ടർ ദ ലീഗൽ ഒബ്ലിഗേഷൻ ടു ആക്ട്. അതായത് ലീഗൽ ഒബ്ലിഗേഷൻ, അതായത് നിയമത്തിന്റെ അല്ലെങ്കിൽ ലീഗൽ ഡ്യൂട്ടി ഉള്ള ഒരാളായിരിക്കണം. അതായത് നമ്മളൊരു സെറ്റ് ഓഫ് നിയമങ്ങൾ പറഞ്ഞു, ആ നിയമങ്ങള് അതായത് നമുക്ക് നമ്മുടെ ഒഫീഷ്യലി നമുക്ക് 18 വയസ്സെന്നുള്ളതാണല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രായം പറയാം. അതായത് ലീഗൽ ഒരു പ്രായം പറയുന്നത് 18 വയസ്സാണ്. പക്ഷെ 12 വയസ്സിന് മേലുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്ത്, അതായത് 12 വയസ്സിന് മേലുള്ള കുട്ടികളും എന്തെങ്കിലും ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവരെ കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷണൽ ഹോംസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ജൂനൈൽ ഹോംസ്. പക്ഷെ ഈ 1 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് അത്രയും ചെറിയ കുട്ടിക്ക് ലീഗൽ ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷനും ഇല്ല. അതായത് നിയമപരമായിട്ട് ആ കുട്ടിക്ക് ഒരു ലീഗൽ ഡ്യൂട്ടീസും ആ കുട്ടി പെർഫോം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്, അതായത് ലീഗൽ ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം ഒരു ക്രൈം ചെയ്യുന്നത്. അങ്ങനെയുള്ള ലീഗൽ ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തി ക്രൈം ചെയ്താൽ മാത്രമേ അതിനെ നമ്മൾ ക്രൈമായിട്ട് കാണുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഒരു ക്രൈം ചെയ്താൽ മാത്രമേ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ പറഞ്ഞു, ഒരു കുറ്റം ഉണ്ടാകണമെങ്കിൽ അവിടെ വേണ്ടത് ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. മനുഷ്യന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. അതായത് മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് BNSൽ പറയുന്നത് എന്താ, ഒരു ബോഡി ഓഫ് പേഴ്സൺസ് ആവാം, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം. ഇതൊക്കെ പറഞ്ഞു. ഇനി ഈ ആളുകൾക്കൊക്കെ ഈ പേഴ്സണും ഈ ബോഡി ഓഫ് പേഴ്സൺ, കമ്പനി, അസോസിയേഷൻ ഇവരെല്ലാം ലീഗലി ഒബ്ലിഗേറ്റഡ് ആണ്. അതായത് നിയമപരമായിട്ട് ഇവർക്ക് കുറെ കടമകളുണ്ട്, ലീഗൽ ആയിട്ടുള്ള കുറെ ഡ്യൂട്ടീസ് ഉണ്ട്. അതിനാണ് നമ്മൾ അണ്ടർ ദ ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയാം. അപ്പൊ നിയമപരമായിട്ട് ഇവര് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് ഡ്യൂട്ടീസും റൂൾസും നമ്മളുടെ നിയമസംഹിതയിൽ ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ 1 വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗലി ആ കുട്ടിയുടെ ഡ്യൂട്ടീസ് അതായത് ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ലീഗലായിട്ടുള്ള ഡ്യൂട്ടീസ് ഈ കുട്ടിക്ക് അറിയില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റില് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉള്ള അല്ലെങ്കിൽ ഒരു ലീഗൽ ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള ഒരു വ്യക്തി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ചെയ്ത ക്രൈമിന് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ക്രൈമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ക്രൈമിന്റെ ഡെഫിനിഷൻസ് പറഞ്ഞു, ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളാണ് എലമെന്റ്സ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞു. പക്ഷെ ഈ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? ഈ ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞു, ആ തെറ്റായിട്ടുള്ള ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പണിഷ്മെന്റ് കിട്ടും. നമ്മുടെ BNS അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിത പ്രകാരം നമുക്ക് പണിഷ്മെന്റ് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ക്രൈമിന്റെ ഒരു സൊല്യൂഷൻ. ഈ 1 വയസ്സുള്ള കുട്ടിക്ക് പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലും ആ കുട്ടിക്ക് ആ പണിഷ്മെന്റ് മനസ്സിലാക്കി, ഓക്കെ ഇതൊരു ലീഗലി ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ നിയമസംഹിത അനുസരിച്ച് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അറിയില്ല. അപ്പോ ലീഗൽ ഒബ്ലിഗേഷന്റെ കീഴിൽ വരുന്ന വ്യക്തികൾക്ക് മാത്രമേ ക്രൈം ചെയ്യാനുള്ള, അതായത് ക്രൈം ചെയ്തിട്ട് പണിഷ്മെന്റ് കൊടുക്കാനുള്ള ഒരു റൈറ്റ്സ് നമുക്കുള്ളൂ. ഇതാണ് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞ എലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, അപ്പൊ ഈ മെന്റലി റിട്ടാർഡഡ് അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അപ്പൊ അവരെയൊക്കെ ഇതിന്റെ അവരെയൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പൊ അവർക്ക് എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും കൊടുക്കുവോ? ലൈക്ക് ഇങ്ങനെ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ട്രെയിനിങ്? കറക്ഷണൽ ഹോംസ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ജുവനൈൽ ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും പണിഷ്മെന്റ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാതിരി ജയിലിൽ അടക്കി നമ്മൾക്ക് ഇപ്പൊ അഡൽസിന് കൊടുക്കുന്ന പോലത്തെ പണിഷ്മെന്റ്സ് അല്ല ഈ ജുവനൈൽ ഹോംസിൽ കൊടുക്കാം. അപ്പൊ അതുപോലെ ഇപ്പൊ ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് അതേപോലെയുള്ള കറക്ഷണൽ ഹോംസ് എന്ന് അതിനെ പറയാം. അതായത് അവർ ചെയ്തത് തെറ്റാണെന്ന് ഒരു ഗ്രാജുവലി അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കിച്ചിട്ട് ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരെ ജയിലിലിട്ട് പൂട്ടുന്നല്ല, കറക്ഷണൽ ഹോംസിൽ കൊണ്ടുപോയിട്ട് അവരെ കറക്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യും. പക്ഷെ അതേസമയം നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് മനസ്സിന് കംപ്ലീറ്റ് റിട്ടാർഡേഷൻ ഉള്ള ഒരാളെ നമുക്കിപ്പോ ഒരു കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. ബിക്കോസ് അതായത് അയാൾക്ക് ഒരു അതൊരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാള്, അയാളുടെ സ്റ്റേറ്റ് ഓഫ് പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലല്ല അയാൾ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് അയാളെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. പക്ഷെ കറക്ഷൻസ് ചെയ്യാം. മനസ്സിലായോ? കറക്ഷണൽ ഹോംസിൽ പോയിട്ട് കറക്ഷൻസ് ചെയ്യാം. ഇനി 4ാമത്തെ ഒരു എലമെന്റ് ആണ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അതായത് ഈ എലമെന്റ്സിൽ പറയണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പബ്ലിക് അതിനൊരു ഇഞ്ചുറി സംഭവിച്ചിരിക്കണം. ഒരു ക്രൈം നടന്നു എന്ന് പറയണമെങ്കിൽ ആർക്കെങ്കിലും ഇഞ്ചുറി നടന്നിരിക്കണം എന്നുള്ളതാണ് ഈ എലമെന്റ് പറയാം. പക്ഷെ അത് എല്ലാ കേസിലും ശരിയല്ല. അതായത് ഇപ്പൊ ഒരാളെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരാളെ റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളെ വണ്ടി ഇടിക്കുന്നു, ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി ഇഞ്ചുറി കൂടി ആ എലമെന്റിൽ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മർഡർ, അല്ലെങ്കിൽ റേപ്പ്, അല്ലെങ്കിൽ ആക്സിഡന്റ്, അതായത് മനഃപൂർവ്വമായിട്ടുള്ള ആക്സിഡന്റോ മനഃപൂർവ്വം അല്ലാത്ത ആക്സിഡന്റോ അവിടെ ഇഞ്ചുറി നടന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇഞ്ചുറി നടന്ന കാര്യങ്ങളിലാണ് നമ്മൾ ഈ 4ാമത്തെ എലമെന്റ് ഓക്കെ കറക്റ്റ് ആണ് എന്ന് പറയാം. പക്ഷെ ഇഞ്ചുറി വരാത്ത കാര്യങ്ങളും ക്രൈമിൽ പെടാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്നു, ഇവിടെ എഴുതിയിട്ടുണ്ട്, ലൈസൻസ് ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുന്നു എന്നുള്ളത് ഒരു ക്രൈമാണ്. അത് ആരെയും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ കൂടി അതൊരു ക്രൈമാണ്. അതേപോലെ തന്നെ നമ്മൾ അയൽക്കാരായിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു, നമ്മൾ അയൽക്കാരായിട്ടുള്ള സ്വത്ത് തർക്കങ്ങൾ, അത് കോടതിയിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെ ആർക്കും ഇഞ്ചുറി ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും അതിനെ ക്രൈം ആയിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. അപ്പോ ഇഞ്ചുറി എന്ന് പറയുന്ന 4ാമത്തെ എലമെന്റ് പറയുന്നത് വെച്ചാൽ ദർ ക്യാൻ ബി നോ ക്രൈം ഇഫ് നോ പേഴ്സൺ ഫേസസ് സം കൈൻഡ് ഓഫ് ആൻ ഇഞ്ചുറി. അതായത് ഏതെങ്കിലും ഒരാള് അല്ലെങ്കിൽ ഒരു പബ്ലിക് കൂട്ടമായിട്ടോ അല്ലെങ്കിൽ ഒരു ആളോ ഒറ്റയ്ക്കോ അവർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി നടന്നിരിക്കണം, അല്ലെങ്കിൽ അതിനെ ക്രൈമായിട്ട് കൂട്ടില്ല എന്നുള്ളതാണ് ഈ എലമെന്റ്. ഇത് ഇഞ്ചുറി എന്ന് പറയുന്ന കാര്യം നമ്മുടെ BNS പറയുന്നത് സബ്സെക്ഷൻ 14 സെക്ഷൻ 2 സബ്സെക്ഷൻ 14 ഓഫ് BNS. അതാണ് നമ്മൾ ഇഞ്ചുറിയുടെ ഒരു ഡെഫിനിഷൻ പറയാ, വിച്ച് മീൻസ് എനി ഹാം കോസ്ഡ് ടു എ പേഴ്സൺ ഇല്ലീഗലി എയ്തർ ഇൻ മൈൻഡ്, മനസ്സിനോ അയാളുടെ ശരീരത്തിനോ അല്ലെങ്കിൽ അയാളുടെ അഭിമാനത്തിനോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിക്കോ, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഹാം വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഇഞ്ചുറി എന്ന് പറയാം. ഇനി ഇതിന്റെ എക്സെപ്ഷൻ ആണ് നമ്മൾ പറയാ, ഹൗ എവർ ദർ ക്യാൻ ബി സം ക്രൈംസ് വിച്ച് മൈറ്റ് നോട്ട് റിക്വയർ ഇഞ്ചുറീസ് ടു എനിബഡി. അതായത് എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ ഒരു ഇഞ്ചുറി നടന്നാലല്ലാതെ അല്ലെങ്കിൽ ഇഞ്ചുറി നടക്കണതല്ലാതെ ഉള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുക. ഈവൻ ഇഫ് മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ട് ഒരാൾക്ക് ഒരു അപകടം പറ്റിയില്ലെങ്കിലും അത് ക്രൈമായിട്ടാണ് കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എക്സെപ്ഷണൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഈ 4 എലമെന്റ്സും ക്ലിയർ ആണോ?
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ക്ലിയർ ആണോ? വൈൻഡപ്പ് ചെയ്യാം.